മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കേരളത്തിലെ ഒരു മന്ത്രി ഹൈന്ദവ സന്യാസിമാരെ അവഹേളിക്കുന്ന വിധത്തിൽ അവരുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് വ്യംഗ്യമായ അർത്ഥത്തിൽ ഒരു കമന്റ് പറഞ്ഞു. ഇദ്ദേഹം കഴിഞ്ഞ മന്ത്രിസഭയിൽ LDFന്റെ മന്ത്രിസഭയിലും ഇപ്രകാരം ഹിന്ദുക്കളെ അവഹേളിക്കുന്ന വിധത്തിൽ പലതും പറയാറുണ്ട്. അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു സ്വഭാവവും രീതിയുമാണ്. ഏതായാലും ഈ മന്ത്രിയോട് ഒരഭ്യർത്ഥന, ഹിന്ദുക്കളെ മാത്രം അവഹേളിക്കുന്ന വിധത്തിൽ പറയല്ലേ. ജന്മസ്വഭാവം എല്ലാവരെയും അവഹേളിക്കുന്നതാണെങ്കിൽ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കുമുള്ള കുഴപ്പങ്ങളും വിളിച്ചു പറയാം. അത് എന്തൊക്കെയാണെന്ന് അറിയണമെങ്കിൽ സുധാകരൻജി, അങ്ങയുടെ ഭാര്യ ഒരു ക്രിസ്ത്യാനിയായ സ്ഥിതിക്ക് അങ്ങയേക്കാൾ കൂടുതൽ ക്രിസ്ത്യാനികളുടെ കുഴപ്പങ്ങൾ നിങ്ങൾക്കായിട്ട് പറഞ്ഞു തരാൻ സാധിക്കും. കർത്താവ് യഹോവ ആദത്തിനെ സൃഷ്ടിച്ച് വാരിയല്ലിൽ നിന്ന് അവയെ സൃഷ്ടിച്ച് സാത്താൻ പ്രലോഭിപ്പിച്ചാലും ജ്ഞാനക്കനി തിന്നരുത് എന്ന് പറഞ്ഞ് ആ കർത്താവിന്റെ നിർദ്ദേശം നിരസിച്ച് ജ്ഞാനക്കനി തിന്ന ആദവും അവയും കർത്താവ് നടന്നു പോകുമ്പോൾ വിളിച്ച സമയത്ത് വിളി കേട്ടില്ല. അപ്പൊ കർത്താവ് ചോദിച്ചു, ആദമേ, നീ എന്ത് ചെയ്യുന്നു? ഞങ്ങളിവിടെ മറഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ട്? കർത്താവിന് സംശയം തോന്നി. സാത്താന്റെ ഉപദേശപ്രകാരം ജ്ഞാനക്കനി തിന്നതുകൊണ്ട് ആദത്തിനും അവയ്ക്കും വിവേകമുദിച്ചു. അവര് നാണം മറയ്ക്കാൻ ഇലകൾ ഉപയോഗിച്ച് ഒളിഞ്ഞിരിക്കുകയായിരുന്നു. നാണം മറയ്ക്കാൻ ഇലകൾ ഉപയോഗിച്ച് പിന്നീട് കർത്താവിന്റെ മുമ്പിൽ വന്നപ്പോൾ ആ രോഷം തീർക്കാൻ കർത്താവ് രണ്ടുപേരെയും ശപിച്ചു. പാമ്പിന്റെ രൂപത്തിൽ വന്ന സാത്താനെയും ശപിച്ചു. ഏതായാലും സുധാകരൻജിക്ക് പറയാൻ വലിയൊരു വസ്തുത ഇതിലെവിടെ ഉണ്ട്. കർത്താവ് തന്നെ സൃഷ്ടിച്ച ആദത്തിനും അവയ്ക്കും നാണം മറയ്ക്കാനായിട്ട് ഇലകൾ ഉപയോഗിച്ച സമയത്ത് കർത്താവിന് ദേഷ്യം വരാൻ കാരണം എന്തായിരുന്നു? കർത്താവ് കാണാൻ ആഗ്രഹിച്ച പലതും അടിവസ്ത്രം അന്നില്ലാതിരുന്നത് കൊണ്ട് തുണി ഉപയോഗിച്ച് മറയ്ക്കാൻ സാധിച്ചില്ല. ഇലകൾ ഉപയോഗിച്ച് മറച്ചപ്പോഴത്തേക്ക് കർത്താവിന് അത് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ എനിക്ക് സുധാകർജിയോട് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, അത് കർത്താവ് ചെയ്ത മാതിരി നിങ്ങൾ എന്തിനാ ഇതൊക്കെ അന്വേഷിച്ചു പോകുന്നേ? നിങ്ങൾക്ക് ധാരാളം ഫയൽ നോക്കാനും നിങ്ങളുടേതായിട്ടുള്ള ജോലി ചെയ്യാനും ഇല്ലേ? സന്യാസിമാർ അടിവസ്ത്രം എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കാനുള്ള ചുമതല പിണറായി വിജയൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അതേപോലെ വേറൊന്നുകൂടിയുണ്ട്. പെസഹ വ്യാഴാഴ്ച ദിവസം പ്രധാനമന്ത്രി വിളിച്ചു കൂട്ടിയ ജഡ്ജിമാരുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ തന്റെ മത തീവ്രത അനുവദിക്കുന്നില്ലെന്ന് പറഞ്ഞൊരു ജഡ്ജി തന്നെ, അല്ലെങ്കിൽ അക്കൂട്ടത്തിൽപ്പെട്ട ഒരു ജഡ്ജി, ഹിന്ദുക്കളുടെ ധർമ്മകാര്യമായ ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്നതിന് ഒരു കുഴപ്പമില്ലെന്ന് വിധി പ്രഖ്യാപിച്ചു. അവനവന്റെ മതത്തിന്റെ കാര്യം വരുമ്പോൾ ശ്രദ്ധയും മറ്റൊരു മതത്തിന്റെ കാര്യം വരുമ്പോൾ അശ്രദ്ധയുമുള്ള ജഡ്ജിമാരില് ആ ജഡ്ജിമാര് തന്നെ ഈ അഭയ കേസ് തൊടാൻ ഇപ്പോഴും കൊള്ളുന്നു. അവനവന്റെ മതത്തിന്റെ കാര്യമായിരിക്കാം. ശരിക്ക് ഒരു കന്യാസ്ത്രീ മരിച്ച സമയത്ത് അതില് ഫാദർ കോട്ടൂരാനും സ്റ്റെഫിയും തുടങ്ങിയ കുറെ പേരുണ്ടല്ലോ. ആ സ്ത്രീ മരിച്ച സമയത്ത് മരിക്കുന്നതിന് മുമ്പും എത്ര പേർക്ക് അടിവസ്ത്രം ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടി, മരിച്ച ആൾക്ക് ഉൾപ്പെടെ അടിവസ്ത്രം ഉണ്ടായിരുന്നോ എന്നുള്ളത് കൂടി സുധാകരൻജി ഒന്ന് പറയുകയാണെങ്കിൽ നന്നായിരുന്നു. അതേപോലെ മൂന്നാമത്തെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. ലേസർ ഉപയോഗിച്ച് യേശുക്രിസ്തുവിനെ പ്രത്യക്ഷപ്പെടുത്തുന്ന പോട്ടയിലെ ധ്യാന കേന്ദ്രത്തില് നാരങ്ങാ വെള്ളത്തില് ഇംഗ്ലീഷ് മരുന്ന് ഒഴിച്ചു കൊടുത്ത് കർത്താവ് അസുഖം ഭേദമാക്കി എന്ന് പറയുന്ന ധ്യാന കേന്ദ്രത്തില്
ഹിന്ദുക്കളുടെ പേരിട്ട് ക്രിസ്ത്യാനികള് അച്ഛന്മാരായി വന്ന് പ്രാർത്ഥിക്കുന്ന ധ്യാനകേന്ദ്രത്തില് ലേസർ കാണിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ മോഡേൺ മെഡിസിൻ നാരങ്ങാവെള്ളത്തിൽ കൊടുത്താലോ പ്രാർത്ഥിച്ചാലോ 850 പേര് മരിക്കുമായിരുന്നോ? ഒരു ധ്യാനകേന്ദ്രത്തിൽ 850 പേര് മരിച്ചത് ഒരു കാരണവശാലും കുഴപ്പമുള്ളതല്ലെന്ന് പറഞ്ഞൊരു മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ ഭരിക്കുന്നത്. ആ മരിച്ചവരില് എത്ര പേർക്ക് അടിവസ്ത്രം ഉണ്ടായിരുന്നു? മരിച്ച ആ വ്യക്തികൾക്ക് ഈ ലോകത്ത് നിന്ന് യാത്ര പറയാൻ കാരണക്കാരായവർക്ക് എത്ര പേർക്ക് ഉണ്ടായിരുന്നു? അതുകൂടി ഒന്ന് ഭംഗിയായിട്ട് സുധാകരൻജി പറയുകയാണെങ്കിൽ അങ്ങയുടെ സോഷ്യലിസം, എല്ലാവരെയും ഒരേ രീതിയിൽ അവഹേളിക്കുന്ന അങ്ങയുടെ സ്വഭാവം സ്വാഭാവികമാണെന്ന് പറഞ്ഞ് നമുക്ക് സമാധാനിക്കാം. മാത്രമല്ല, കൈരളി ചാനലിലെ ബുദ്ധിജീവിയായ ബ്രൂട്ടസ് അദ്ദേഹം ജസ്മി എന്ന് പറയുന്ന ഒരു കന്യാസ്ത്രീയെ ഇന്റർവ്യൂ നടത്തിയിരുന്നു. ജസ്മി എന്ന വാക്ക് എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളത് ആ സ്ത്രീ സിസ്റ്റർ എന്നോട് നേരിട്ട് പറയുകയുണ്ടായി. ജീസസ് എന്ന വാക്കിന്റെ JES-ഉം മീ, ഞാൻ എന്ന ഇംഗ്ലീഷ് വാക്കിലെ മീയും കൂടി ചേർന്നിട്ടാണ് ജസ്മി എന്ന സിസ്റ്റർ സ്വയം പേര് സ്വീകരിച്ചത്. ഇന്റർവ്യൂ സമയത്ത് ബ്രിട്ടാസ് ചോദിക്കാത്ത ചോദ്യങ്ങൾ കൂടി ഇവർ ഉത്തരം പറഞ്ഞിരുന്നു. കന്യാസ്ത്രീ മഠത്തിലും സെമിനാരികളിലും നടക്കുന്ന ഓരോ കാര്യത്തെയും കുറിച്ച് വിളിച്ചു പറയുമ്പോൾ സാധാരണ സന്യാസിമാര് സാധാരണ രീതിയിൽ ഡ്രസ്സ് ധരിക്കുന്നു പകലും രാത്രിയും. പക്ഷേ ഈ സെമിനാരിയിലും കന്യാസ്ത്രീ മഠത്തിലും വേണ്ട സ്ഥലത്ത് പോലും ഡ്രസ്സ് ധരിക്കാതെ വിലസുന്നവര് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ എത്ര പേരുണ്ട് എന്നുള്ളത് ആ സ്ത്രീ അവരെഴുതിയ ആമേൻ എന്ന പുസ്തകത്തിലും വിവരിക്കുന്നുണ്ട്. ഇന്റർവ്യൂവിലെ ക്രിസ്ത്യാനിയായ ബ്രിട്ടാസ് ചോദിക്കാത്ത ചോദ്യത്തിന് കൂടി സൂചിപ്പിക്കുന്ന വിധത്തില് ജസ്മി മറുപടി പറഞ്ഞിട്ടുണ്ട്. ഈ 4-5 കാര്യങ്ങൾ കൂടാതെ 1-2 കൂടി പറയാനുണ്ട്. 125 മുസ്ലിം പെൺകുട്ടികള് അവരുടെ അടിവസ്ത്രം ഉരിഞ്ഞു കൊടുത്തില്ല എന്ന കാരണത്താലാണ് ISIS-ലെ ആണുങ്ങള് പച്ചയ്ക്ക് തലയറുത്ത് കൊന്നത്. അതും ഒന്ന് വിളിച്ചു പറയണം. ജമ്മു കാശ്മീരില് ഇതേ മുസ്ലിം യുവാക്കള് പീഡിപ്പിച്ച പെൺകുട്ടി തന്നെ പീഡിപ്പിച്ചത് ഇന്ത്യൻ പട്ടാളക്കാരാണെന്ന് ആദ്യം പറഞ്ഞു. പിന്നെ അത് മാറ്റി പറഞ്ഞു ശരിക്കാരാ പീഡിപ്പിച്ചതെന്ന്. പിന്നെ വീണ്ടും ഇന്ത്യൻ പട്ടാളക്കാരാണ് എന്നെ പീഡിപ്പിച്ചതെന്ന് പറഞ്ഞു. ഇതൊക്കെ പറയുമ്പോ മതത്തിന്റെ കവറ് വെച്ചുകൊണ്ട് പറയുന്നവരുടെ അകത്തുള്ള വിഷവും കൂടി പറയാൻ വായത്തോന്നിയതെല്ലാം വിളിച്ചു പറയുന്ന ഒരു മന്ത്രിക്ക് അതുകൂടി സാധിക്കണം. അല്ലാണ്ട് താൻ ബുദ്ധിമാനാണെന്ന് മാനസിക രോഗമുള്ളവർ വിളിച്ചു പറയുന്നത് പോലെ ഈ ഇഷ്ടം മാതിരി ഫയല് നോക്കാനും മറ്റേ മന്ത്രിസഭ എടുത്ത തീരുമാനത്തിൽ 650 തീരുമാനങ്ങൾ പുനഃപരിശോധിച്ചുകൊണ്ടിരിക്കുന്ന വേളയില് സന്യാസിമാരുടെ അടിവസ്ത്രം അലക്കാനും അവർക്ക് അടിവസ്ത്രം ഉണ്ടോ എന്ന് നോക്കാനും സുധാകരൻ പോകേണ്ട കാര്യമോ ഇല്ലെന്ന് കൂടി ഹിന്ദുക്കൾ പറയുന്നു. പ്രണാമം, നമസ്കാരം.